വെൽക്കം ടു പാഡി ഫുഡ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പഴയ വീഡിയോനെ കുറിച്ചിട്ടാണ്. ആ പഴയ വീഡിയോൻ്റെ ഒരു പുനഃസംരക്ഷണം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിതിന് മുമ്പ് 4250 രൂപയ്ക്ക് ഒരു 8 കാലി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാടിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ, അതായത് ഒരു മൾട്ടി പർപ്പസ് ഡൈനിങ് ടേബിളിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 4250 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതോ അതിൽ കൂടുതൽ റേറ്റ് ആകുമെന്ന് ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് നിർമ്മിച്ച വ്യക്തി നമ്മുടെ രഞ്ജുവാണ്. നമ്മുടെ ഈ വീഡിയോയിലൊക്കെ കാണാറുള്ള രഞ്ജുവാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡൗട്ടുകളും മറ്റ് സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടും ആ ഡൈനിങ് ടേബിൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് നിർമ്മിക്കണമെങ്കിലും അതേപോലെ തന്നെ അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രഞ്ജു ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡൈനിങ് ടേബിൾ ഒന്ന് കാണാം. മൾട്ടിപർപ്പസ് ഡൈനിങ് ടേബിൾ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപർപ്പസ് ഡൈനിങ് ടേബിൾ, അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് സെറ്റ്, അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ബെഞ്ച്, എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം നമുക്ക്. കാരണം നമ്മുടെ ഇഷ്ടത്തിനുള്ള പേര് നമുക്കിടാം, നമുക്ക് വിളിക്കാം. ഞങ്ങൾ വിളിക്കുന്നത് 8 കാലിയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാവർക്കും ഇതിൻ്റെ ഡൗട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റിലാണ് ഡൗട്ട് വന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പാടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മരങ്ങൾ നമ്മളിവിടേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് മരം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ സൈസ് ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മുടെ വലിയ വീടായിരിക്കും അല്ലെങ്കിൽ ചെറിയ വീടായിരിക്കും. അപ്പോൾ ഓരോരോ റൂം ഓരോരോ രീതിയിലായിരിക്കും. ആ റൂമിൽ ഇടേണ്ട രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുള്ളൂ. കാരണം ഇതൊരു റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സൈസ്, അതായത് ലെങ്ത്ത്, അതേപോലെ തന്നെ ഈ വീതി, ബ്രെത്ത്, അതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ഫിക്സ് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മരം ഏതാണ് ആ മരം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കനവും മറ്റു കാര്യങ്ങളൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ 1 ഇഞ്ച് 1.5 ഇഞ്ച് രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മഹാഗണി വെച്ചിട്ടാണ്. മഹാഗണി ആകുമ്പോൾ ഒരുപാട് റേറ്റ് കുറവാണ്. ഇതേ സാധനം തന്നെ ഇപ്പോൾ ഈട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും ശരി, തേക്കിൽ ഉണ്ടാക്കുകയാണെങ്കിലും ശരി, നമുക്ക് ചിലപ്പോൾ വിചാരിക്കാത്ത അത്രയും റേറ്റിലേക്ക് പോകും. അപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് അനുയോജ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മഹാഗണിയിൽ ഉണ്ടാക്കിയായിരിക്കും കുറച്ചുകൂടി അക്യുറേറ്റ്. അല്ലെങ്കിൽ വാഗിയിൽ ഉണ്ടാക്കാം, വളയാത്ത ഏത് രീതിയിലും മരത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ കുഷ്യൻസ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുഷ്യൻസ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം 1 ഇഞ്ച് സ്പോഞ്ചിലേക്ക് ഇതിൻ്റെ കുഷ്യൻസ് ഇവിടേക്ക് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് 5 അടിയിലാണ്. 5 അടി എന്ന് പറയുമ്പം ഏകദേശം നമുക്കൊരു കോമൺ ടേബിളായിട്ട് മാറ്റാം. ഇപ്പോൾ നമുക്കിതിലിപ്പോൾ 5 അടിയിൽ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഒരു 4 പേർക്ക് കഷ്ടിച്ചൊരു 3 പേർക്ക് 4 പേർക്ക് ഇരിക്കാം. ഇനി അതേപോലെ തന്നെ ഒരാൾക്ക് ദിവാനിലൊക്കെ കിടക്കുന്ന പോലെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു റോൾ പില്ലോ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കിടക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സുഖമായിട്ട് കിടക്കാം, ഒന്നും അറിയില്ല, നല്ല ഒരു ഈസി ആയിട്ട് കിടക്കാം. ഒരുപാട് കാല് നീട്ടി കിടക്കാൻ പറ്റില്ല, എങ്കിലും നമുക്കൊരു ഉച്ച മയക്കത്തിനൊക്കെ കിടക്കുമ്പോൾ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വീതി, ഈ ഒരു വീതി ഉണ്ടല്ലോ, ഈ ഒരു വീതി നമുക്ക് വീണ്ടും കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിപ്പോൾ ഒരു 1 ഫീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ ഒരു 1.5 ഫീറ്റിലേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാതും ശരിക്കും നമ്മുടെ ശരിക്കും കസ്റ്റമൈസ്ഡ് ആണ്. നമ്മളെങ്ങനെ പറയണത് ആ രീതിയിൽ നമ്മുടെ രഞ്ജു നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. പിന്നെ അടുത്തായിട്ട് നമുക്കിതൊന്ന് ഈ ഡൈനിങ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഡൈനിങ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വെറും 5 സെക്കൻഡ് മതി. ഡൈനിങ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഒരു 3 പേർക്കോളം ഇരിക്കാം ഒരു സൈഡിൽ. അതേപോലെ ആ സൈഡിലും ഒരു 3 പേർക്ക് ഇരിക്കാം. 6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി വലിയ റൂമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തും ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ 8 പേർക്കോളം നമുക്ക് സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ മേലത്തെ ടോപ്പ് ഇത് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കാം. പക്ഷെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 2.5 അടിയോളം ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 3 അടി ആക്കണമെങ്കിൽ 3 അടി ആക്കാം. കാരണം ഒരു 8 പേരൊക്കെ ഇരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 അടി ആക്കണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സ്പേഷ്യസ് ആയിരിക്കും. ഫുഡൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു സ്പേഷ്യസ് ആയിരിക്കും, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.
നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ റൂം എത്രത്തോളം വലുതാണ് അതിനനുസരിച്ചിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്കഗ്നൈസ്ഡ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകും. കാരണം ഡിപ്പെൻസ് ഓൺ ദ സൈസിൽ ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രഞ്ജുവിനെ വിളിക്കാം. രഞ്ജുവിനെ വിളിച്ചിട്ട് സൈസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജു അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ നല്ലൊരു കോമ്പറ്റീറ്റീവ് റേറ്റിലാണ് രഞ്ജു പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വഴിക്ക് മൂവ് ചെയ്യാണ് നല്ലത്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും മടക്കി വെക്കണം. ടേബിളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മടക്കി വെക്കണം. മടക്കി വെക്കണമെങ്കിൽ വെറും 5 സെക്കൻഡ്, നേരത്തെ പറഞ്ഞ പോലെ 5 സെക്കൻഡ് മാത്രം മതി. ഏതൊരു കുട്ടിക്കും സുന്ദരമായിട്ട് മടക്കി വെക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ബോൾട്ട് ഇട്ടിരിക്കുന്നത് അലൻ ബോൾട്ടാണ്. നല്ല സ്ട്രോങ്ങിലുള്ള അലൻ ബോൾട്ടാണ് ഇട്ടിരിക്കുന്നത്. അലൻ ബോൾട്ട് ഇടുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിരിക്കും, പെട്ടെന്ന് സംഭവം അഴിഞ്ഞു വരില്ല. അതേപോലെ നമ്മൾ ലോക്ക് നെറ്റൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം ഇത് നിർത്തി മടക്കിയാലും ഇതിൻ്റെ ഇത് അഴിഞ്ഞു പോവുകയും മറ്റു സംഭവങ്ങളൊന്നും ചെയ്യില്ല. വളരെ ഒരു വൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ രണ്ടാമത് റീവർക്ക് വരിക, കംപ്ലൈൻറ്റ് വരിക ഒന്നും നടക്കില്ല. ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഏകദേശം ഇത് ഉണ്ടാക്കിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി നമ്മളിവിടെ റഫ് യൂസാണ്. എന്നിട്ട് ഒരു മിസ്റ്റേക്കോ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ ടേബിൾ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലാണ് ഇട്ടിരിക്കുന്നത്. 2 വർഷമായിട്ടും ഈ ബാൽക്കണിയിലുള്ള വെയിലും കൊള്ളും, അതേപോലെ തന്നെ മഴയും കൊള്ളും. എന്നിട്ട് നമ്മൾ ഈ മഹാഗണിയിലും ഉണ്ടാക്കിയിട്ട് ഒരു ബെൻഡോ ഒരു പൊട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിതിൻ്റെ മേലെ അടിച്ചിരിക്കുന്നത് PU പെയിൻ്റാണ്. സ്ലീക്കിൻ്റെ PU പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പോക്സി പോലുള്ള പെയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 കോട്ടോളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്താലും ആ നമ്മൾ ഈ ചേമ്പിൻ്റെ എലിയിലേക്ക് വീഴുന്ന വെള്ളം ഉരുണ്ടുപോകില്ലേ, അതേപോലെയുള്ള സംഭവം അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയും കൂടി നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലാസ്റ്റിങ്ങും പറയാം. ഇനി ഇതിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, ഞങ്ങളുടെ പഴയ വീഡിയോ ഇടുന്നുണ്ട്. അതിലാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളും ഇതിൻ്റെ ബാക്കിയുള്ള റേറ്റുകളും ഇതിൻ്റെ മരം യൂസ് ചെയ്യുന്ന മരത്തിനെ കുറിച്ചിട്ടും നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് എല്ലാം ഇതിൻ്റെ ഡൗട്ടുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രഞ്ജുവിൻ്റെ നമ്പർ ഇടുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ റേറ്റും എല്ലാം രഞ്ജു പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ അവിടെ നിർത്തുന്നു. താങ്ക് യു.